പോളിംഗ് ശതമാനം കുറഞ്ഞത് മുന്നണികൾക്ക് ആശങ്കയാകുന്നു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയത് 72.89% പോളിംഗ്. തൃശൂരിൽ ബി.ജെ.പി കള്ളവോട്ടിന് ശ്രമിച്ചുവെന്ന ആരോപണവുമായി യു.ഡി.എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ. പത്മജ പ്രവചനങ്ങൾ നടത്തി സമാധാനമടയട്ടെ എന്നും മുരളീധരൻ. ക്രോസ് വോട്ടിനെക്കുറിച്ച് തനിക്ക് യാതൊരു വ്യാകുലതയുമില്ലെന്നും ജയിക്കുമെന്ന വിശ്വാസമാണുള്ളതെന്നും എൻ.ഡി.എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. തൃശൂർ ഉൾപ്പെടെ 3 ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ചാലക്കുടിയിൽ നഗരസഭയുടെ പാഴ്വസ്തു ശേഖരണ കേന്ദ്രത്തിൽ വൻ അഗ്നിബാധ. കുട്ടനെല്ലൂർ ചിലങ്കാപ്പാടത്തെ അഗ്നിബാധയെ തുടർന്ന് ദേശീയപാത പുകയിൽ മൂടി. പാലപ്പിള്ളി കുണ്ടായി എസ്റ്റേറ്റിൽ വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. തോട്ടം തൊഴിലാളിയായ അലീമയുടെ പശുവിനെയാണ് പുലി കൊന്നത്. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ ദിവസം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ 72.89% പോളിംഗ്. പുതുക്കാട് മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. 76.74%. ഇരിങ്ങാലക്കുടയിൽ 73.09%, ഒല്ലൂരിൽ 73.43% പോളിംഗ് രേഖപ്പെടുത്തി. ഗുരുവായൂരിൽ 70.41, മണലൂർ 73.04, തൃശൂർ 69.67, നാട്ടിക 72.97 എന്നിങ്ങനെയാണ് മറ്റ് മണ്ഡലങ്ങളിലെ പോളിംഗ് ശതമാനം. പോളിംഗ് ശതമാനത്തിന്റെ കുറവ് ബാധിക്കില്ലെന്ന കണക്കുകൂട്ടലിലാണ് മുന്നണികൾ. ശക്തമായ പ്രചരണം നടന്നതിനാൽ 2019നേക്കാൾ ഉയർന്ന പോളിംഗ് ശതമാനമാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പ്രതീക്ഷിച്ചിരുന്നത്. 2019 77.86% തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ്. പോളിംഗ് ശതമാനത്തിലെ കുറവ് ആർക്ക് തുണയാകുമെന്നറിയാൻ ഇനി 38 ദിവസം കൂടി കാത്തിരിക്കേണ്ടി വരും. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ. വോട്ടിംഗ് മെഷീനുകൾക്ക് കനത്ത സുരക്ഷ ഏർപ്പെടുത്തി. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലാണ് വിവിധ മണ്ഡലങ്ങളിലെ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. അതേസമയം മോക്ക് പോളിംഗിന് ഉപയോഗിച്ച വോട്ടിംഗ് മെഷീനുകൾ ചെമ്പൂക്കാവിലെ വെയർഹൌസിലേക്ക് മാറ്റി. പോലീസിന്റെയും സെൻട്രൽ ആംഡ് പോലീസിന്റെയും പൂർണ്ണ നിയന്ത്രണത്തിലാണ് സുരക്ഷയൊരുക്കിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ബി.ജെ.പി കള്ളവോട്ടിന് ശ്രമിച്ചുവെന്ന ആരോപണവുമായി യു.ഡി.എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂരിൽ ബി.ജെ.പി ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് കള്ളവോട്ട് ചേർത്തു. ഇതിന് ബി.എൽ.ഒയുടെ ഒത്താശയുണ്ടായിരുന്നു. പൂങ്കുന്നം ഹരിശ്രീയിൽ ക്രോസ് വോട്ട് നടന്നു. കണക്കനുസരിച്ച് യു.ഡി.എഫ് 1-ഉം എൽ.ഡി.എഫ് 2-ലും വരണം. ഡീൽ അനുസരിച്ചാണെങ്കിൽ ബി.ജെ.പി 2-മത് വരണം. ഇതിന് ഉത്തരവാദി പിണറായി ആയിരിക്കും. തോൽക്കുന്നതുവരെ ബി.ജെ.പിക്ക് പ്രതീക്ഷിക്കാം. കേരളത്തിൽ ബി.ജെ.പി വട്ടപൂജ്യമാണ്. സിനിമാ നടനെ കാണാൻ വരുന്നവർ വോട്ടാവണമെന്നില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. പത്മജ പ്രവചനങ്ങൾ നടത്തി സമാധാനമടയട്ടെ എന്നും പത്മജയ്ക്ക് ഇതുവരെ തന്നെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും കെ മുരളീധരൻ കൂട്ടിച്ചേർത്തു. ഇലക്ഷൻ റിസൾട്ട് മോശമാണെങ്കിൽ സാഹചര്യങ്ങൾ പരിശോധിച്ചിട്ട് വേണ്ട ചെയ്യും. അതല്ലാതെ ഇവിടെ തന്നെ നിന്ന് ജയിക്കുന്നവർക്ക് ഒരു തലവേദന ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം എനിക്ക് ആദ്യമില്ല. ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ജയിക്കുന്നവർക്ക് അവിടെ ചില ആൾക്കാരുണ്ടല്ലോ സ്ഥിരം അവിടെ തന്നെ കെട്ടിക്കിടന്ന് ജയിക്കുന്നവരുടെ ദോഷങ്ങൾ കണ്ടുപിടിക്കും. ഞാൻ അങ്ങനത്തെ ഒരു ശൈലി എനിക്കില്ല. ഏതായാലും അങ്ങനെ മോശപ്പെട്ട റിസൾട്ടിന് ഒട്ടും സാധ്യതയില്ല. സംവിധാനം എത്രത്തോളം ഗുണകരമായിരുന്നു? കോൺഗ്രസിൽ ഇപ്പോൾ അങ്ങനെ വിട്ടുപോയ വോട്ടുകളൊന്നുമില്ല. ഒരുപാട് പ്രയാസങ്ങൾക്കിടയിൽ പോലും ഞങ്ങളുടെ പ്രവർത്തകർ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സംഘടനാപരമായിട്ടുള്ള ചില ദൗർബല്യങ്ങൾ പാർട്ടിക്ക് കേരളത്തിലുള്ളൂ. അതിൻ്റെ ഒരു ഭാഗം തൃശ്ശൂരുമുണ്ട്. അതല്ലാതെ പ്രവർത്തനത്തിൽ ഒരു അലംഭാവം ഉണ്ടായിട്ടില്ല. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് താൻ റിവ്യൂ നടത്തിയിട്ടില്ലെന്നും പാർട്ടി നടത്തിയ റിവ്യൂവിൽ അവർക്ക് ആത്മവിശ്വാസമുണ്ടെന്നും തൃശൂരിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ തൃശൂരിന് വേണ്ടി മാത്രമല്ല കേരളത്തിനു വേണ്ടി തെരഞ്ഞെടുത്ത ആളായിരിക്കും താനെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വിമർശനാത്മകമായി ആരെയും താൻ ഒന്നും പറഞ്ഞിട്ടില്ല. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു. അതനുസരിച്ച് ജനങ്ങൾ തങ്ങളുടെ സമ്മതിദായക അവകാശം വിനിയോഗിച്ചു. ക്രോസ് വോട്ടിനെക്കുറിച്ച് ഒരു വ്യാകുലതയുമില്ല. താൻ ഒരു ഈശ്വരവിശ്വാസി ആയതുകൊണ്ട് എല്ലാം ഈശ്വരൻ കാത്തുകൊള്ളുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. കൂടെ മത്സരിക്കുന്നവർ ആരാണെന്ന് പോലും താൻ ചിന്തിച്ചിട്ടില്ല. ജനാധിപത്യ സംവിധാനത്തിൽ 4-5 പേർ മത്സരിക്കുമ്പോൾ അവരാരുമില്ല, ഞങ്ങൾ 2 പേരാണ് മത്സരിക്കുന്നുവെന്ന് പറയുന്നത് അപമര്യാദയാണെന്നും താൻ ജയിച്ചു വന്നാൽ എന്താണ് ഗുണമെന്നത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു.
വോട്ടെടുപ്പ് വൈകാനിടയായതിനെക്കുറിച്ചും വോട്ടെടുപ്പിന് വരി നിന്നവർ കുഴഞ്ഞു വീണ് മരിച്ചതിനെക്കുറിച്ചും അന്വേഷിക്കണമെന്നും 2 മണിക്കൂറിലധികം ജനങ്ങൾ വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കേണ്ടി വന്നത് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് അകന്നു നിൽക്കാൻ ഇടയാക്കുമെന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടി. അവരുടെ ജീവിതത്തെയും അവർ തിരഞ്ഞെടുക്കുന്ന വ്യക്തിയുടെയും ഒരു ടെമ്പറിനെ സംബന്ധിച്ച് ഇന്ന് നിലവിലുള്ള രാഷ്ട്രീയ അവസ്ഥയെക്കുറിച്ച് സൂചനകൾ നൽകിയെങ്കിലും വിമർശനാത്മകമായ രീതിയിൽ അല്ലെങ്കിൽ മോശമാക്കുന്ന രീതിയിൽ ഒന്നും പറഞ്ഞിട്ടില്ല, സത്യം പറഞ്ഞിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ അവർ അവരുടെ സമ്മതിദാനം സമ്മാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് പെട്ടിക്കുള്ളിലുണ്ട്. അത് പുറത്തു വരുന്നതുവരെയും നമുക്കിങ്ങനെ പിന്നെ ട്രോളുകൾ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള താൽക്കാലിക മെറ്റീരിയൽ മാത്രമാണ് ഇനി ജൂൺ 4-ാം തീയതി ഒരു ഉച്ചവരെയെങ്കിലും നമുക്ക് സാധ്യമാകുന്നത്. അത് മാത്രമേ ഉള്ളൂ. LDF കൺവീനർ EP ജയരാജനും കേരളത്തിന്റെ ചുമതലയുള്ള BJP നേതാവ് പ്രകാശ് ജാവേക്കറും കൂടിക്കാഴ്ച നടത്തിയത് വിവാദമായ സാഹചര്യത്തിൽ ജയരാജനെ ന്യായീകരിച്ച് തൃശൂരിലെ ഇടത് സ്ഥാനാർത്ഥി VS സുനിൽകുമാർ. വിവാദം ബിരിയാണി ചെമ്പ് പോലെയെന്നും K സുരേന്ദ്രൻ തന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്, തങ്ങൾ സുഹൃത്തുക്കളാണെന്നും VS സുനിൽകുമാർ പറഞ്ഞു. EP ജയരാജൻ എല്ലാവരോടും അടുപ്പത്തോടെ പെരുമാറുന്ന പ്രകൃതക്കാരനാണെന്നും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സത്യസന്ധതയിൽ സംശയമില്ലെന്നും VS സുനിൽകുമാർ കൂട്ടിച്ചേർത്തു. പോളിംഗ് ശതമാനം കുറഞ്ഞത് തനിക്ക് ദോഷം ചെയ്യില്ല, ഇത് ഇടതിന് ഗുണമാണ് ചെയ്യുകയെന്നും VS സുനിൽകുമാർ പറഞ്ഞു. സംസ്ഥാനത്ത് 3 ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത. കൊല്ലം, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് ഉഷ്ണതരംഗ സാധ്യത മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. സൂര്യാഘാതവും സൂര്യതാപവും ഏൽക്കാൻ സാധ്യതയുള്ളതിനാൽ പകൽ സമയത്ത് പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കണമെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. ജില്ലയിൽ താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും തീരപ്രദേശങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിലും ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. ചാലക്കുടി ഇൻഡോർ സ്റ്റേഡിയം കോമ്പൌണ്ടിൽ പ്രവർത്തിക്കുന്ന നഗരസഭയുടെ പാഴ്വസ്തു ശേഖരണ കേന്ദ്രത്തിൽ വൻ അഗ്നിബാധ. പ്ലാസ്റ്റിക്, ചില്ലുകുപ്പികൾ എന്നിവയുടെ വൻ ശേഖരം കത്തിനശിച്ചു. ഹരിതകർമ്മസേന പ്രവർത്തകർ വീടുകളിൽ നിന്നും ശേഖരിച്ച് സൂക്ഷിച്ചിരുന്ന വിവിധ പ്ലാസ്റ്റിക് ഉപയോഗരഹിത വസ്തുക്കളും ആയിരക്കണക്കിന് ചില്ലുകുപ്പികളുമാണ് 2 മണിക്കൂറോളം നീണ്ട തീപിടുത്തത്തിൽ കത്തിനശിച്ചത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് അഗ്നിബാധയുണ്ടായത്. മിനി ലോറിയിലെത്തിയ കുപ്പികൾ ജീവനക്കാർ ഇറക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് തീപിടിക്കുകയായിരുന്നു. ഉയർന്ന താപനിലയിൽ കുപ്പികൾ തമ്മിൽ കൂട്ടിമുട്ടിയാണ് തീപിടിച്ചതെന്ന് പറയുന്നു. തീ പെട്ടെന്ന് ആളിപ്പടർന്നു. ഇൻഡോർ സ്റ്റേഡിയത്തിലെ ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനം പ്രവർത്തിക്കാൻ ആർക്കും അറിയാതിരുന്നതാണ് അഗ്നിബാധ രൂക്ഷമാകാൻ കാരണം. ഇതിന്റെ പ്രവർത്തന രീതി എങ്ങനെയെന്ന് സ്ഥലത്തെത്തിയ നഗരസഭാ ചെയർമാനും മറ്റു ഉദ്യോഗസ്ഥർക്കും അറിയില്ലായിരുന്നു. ഇരിങ്ങാലക്കുട, പുതുക്കാട്, ചാലക്കുടി, അങ്കമാലി, മാള എന്നീ സ്റ്റേഷനുകളിൽ നിന്നുമെത്തിയ ഫയർ സർവീസുകൾ രക്ഷാപ്രവർത്തനം നടത്തി. പ്രധാനമായും ചില്ലുകുപ്പികളാണ് കത്തിപ്പോയത്. തൊട്ടടുത്ത് ഷെയർ ചെയ്തു വെച്ചിരുന്ന പ്ലാസ്റ്റിക് സാമഗ്രികളിലേക്കും അഗ്നി പടർന്നു. നട്ടുച്ച സമയമായിരുന്നതിനാൽ രക്ഷാപ്രവർത്തനം ഏറെ ശ്രമകരമായി. തീയോടൊപ്പം ഉയർന്ന പുക പരിസരത്താകെ പടർന്നു. MCFന് 100 മീറ്റർ അകലെ പാചകവാതക സിലിണ്ടർ സ്റ്റേഷൻ ഉള്ളതിനാൽ നാട്ടുകാർ ആശങ്കയിലായിരുന്നു. പോലീസ്, അഗ്നിശമന സേന വിഭാഗം എന്നിവർക്കൊപ്പം നാട്ടുകാരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി. TCV ചാലക്കുടി. കുട്ടനെല്ലൂർ ചിലങ്ക പാടത്തെ തീ അണയ്ക്കാനായത് 3-ാം ദിവസം. പുകയിൽ മൂടി ദേശീയപാത. വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് കുട്ടനെല്ലൂർ ചിലങ്ക പാടത്ത് തീപിടുത്തമുണ്ടായത്. തീ കൂടുതൽ ഭാഗത്തേക്ക് പടർന്നതോടെ തൃശൂരിൽ നിന്നും അഗ്നിശമന സേനയുടെ 2 യൂണിറ്റ് സ്ഥലത്തെത്തിയിരുന്നു. എന്നാൽ ഏക്കർ കണക്കിന് വരുന്ന പാടത്തിന് നടുവിലേക്ക് അഗ്നിശമന സേനയുടെ വാഹനം എത്തിക്കാൻ സാധിക്കാതിരുന്നത് തീ പൂർണ്ണമായും അണയ്ക്കുന്നതിന് പ്രതിസന്ധിയിലാക്കി. സമീപത്തെ സ്ഥാപനങ്ങളിലേക്ക് തീ പടരാതെ നിയന്ത്രിക്കാൻ മാത്രമാണ് കഴിഞ്ഞത്. നിറയെ പുല്ല് വളർന്ന പാടത്ത് തീ പടർന്നതോടെ പ്രദേശമാകെ പുകമയമായി. ദേശീയപാതയോരത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്കും തീ പിടിച്ചതോടെ പുകയോടൊപ്പം രൂക്ഷമായ ദുർഗന്ധവും അനുഭവപ്പെട്ടു. പലതവണ അഗ്നിശമന സേന സ്ഥലത്തെത്തിയെങ്കിലും വാഹനം തീ പടർന്ന സ്ഥലത്തേക്ക് എത്തിക്കാൻ കഴിയാത്തത് പ്രതിസന്ധി രൂക്ഷമാക്കി. 3 ദിവസം കൊണ്ട് ഏക്കർ കണക്കിന് സ്ഥലമാണ് കത്തിയമർന്നത്. പുക ദേശീയപാതയിലേക്ക് വ്യാപിച്ചത് വാഹനയാത്രക്കാരെയും ദുരിതത്തിലാക്കി. ശനിയാഴ്ച വൈകിട്ടോടെയാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. അന്തിക്കാട് കോൾപ്പടവിലുണ്ടായ അഗ്നിബാധ അഗ്നിശമന സേനയെത്തി നിയന്ത്രണ വിധേയമാക്കി. പാലപ്പിള്ളി കുണ്ടായിൽ പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു.
തോട്ടം തൊഴിലാളിയായ കിളിയമണ്ണിൽ അലീമയുടെ പശുവാണ് ചത്തത്. കുണ്ടായി എസ്റ്റേറ്റിലെ പമ്പ് ഹൌസിന് സമീപത്താണ് പശുവിനെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. പശുക്കുട്ടിയുടെ ശരീരഭാഗങ്ങൾ പുലി ഭക്ഷിച്ച നിലയിലാണ്. തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടികൾക്ക് സമീപം പുലി ഇറങ്ങിയതോടെ നാട്ടുകാർ ഭീതിയിലാണ്. കഴിഞ്ഞ മാസവും പ്രദേശത്ത് പുലിയിറങ്ങി പശുവിനെ കൊന്നിരുന്നു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പു കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് തിങ്കളാഴ്ച ഹാജരാകും. ഹാജരാകണമെന്നാവശ്യപ്പെട്ട് MM വർഗീസിന് നേരത്തെ സമൻസ് ലഭിച്ചിരുന്നെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിലായതിനാൽ അസൌകര്യമറിയിച്ച് വിട്ടുനിൽക്കുകയായിരുന്നു. കരുവന്നൂർ വിഷയത്തിൽ CPM ജില്ലാ സെക്രട്ടറിയെ നേരത്തെ ED മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു. ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ താൽക്കാലികമായി പ്രതികളുടെ സ്വത്ത് ജപ്തി ചെയ്ത നടപടി സ്ഥിരപ്പെടുത്തണമെന്ന തൃശൂർ ജില്ലാ കളക്ടർ ബോധിപ്പിച്ച ഹർജി 3rd അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് TK മിനിമോൾ അനുവദിച്ച് ഉത്തരവായി. ജില്ലാ കളക്ടർ പബ്ലിക് പ്രോസിക്യൂട്ടർ മുഖേന ബോധിപ്പിച്ച ഹർജിയിൽ ഹൈറിച്ചിന്റെയും ഹൈറിച്ച് ഡയറക്ടർമാരുടെയും ഭൂസ്വത്തുക്കളും വാഹനങ്ങളും ബാങ്ക് അക്കൌണ്ടുകളുമാണ് ജപ്തി ചെയ്തത്. 210 കോടി രൂപയിലധികം വിലമതിക്കുന്ന ഈ സ്വത്തുക്കൾ സർക്കാർ ഏറ്റെടുക്കും. ജില്ലാ കളക്ടർക്കുവേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ KN സിനിമോൾ കോടതിയിൽ ഹാജരായി. ഓൺലൈൻ ആപ്പ് വഴി കോടികളുടെ തട്ടിപ്പ് നടത്തിയ കേസിലെ മുഖ്യപ്രതി അറസ്റ്റിൽ. മൈക്ലബ് ട്രേഡ്സ് എന്ന ഓൺലൈൻ ആപ്പ് വഴി തൃശൂർ ജില്ലയിൽ നിന്ന് 5 കോടി രൂപ തട്ടിപ്പ് നടത്തിയ കേസിലെ മുഖ്യപ്രതി ചേറ്റുപുഴ കണ്ണപുരം സ്വദേശി വെള്ളാട്ട് വീട്ടിൽ പ്രവീൺ മോഹനെയാണ് തൃശൂർ സിറ്റി ജില്ലാ ക്രൈംബ്രാഞ്ച് സബ് ഇൻസ്പെക്ടർ AM യാസിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കേരളത്തിലെ വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് നടത്തിയിരുന്നത്. MCT എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ആളുകളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തുകൊടുത്ത് 256 ദിവസം കൊണ്ട് നിക്ഷേപിച്ച പണം ഇരട്ടിയായി തിരികെ നൽകാമെന്ന് പറഞ്ഞ് ആളുകളിൽ നിന്ന് പണം നേരിട്ട് സ്വീകരിച്ചാണ് പ്രതി തട്ടിപ്പ് നടത്തിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. തൃശൂർ സിറ്റി പരിധിയിലെ വിവിധ സ്റ്റേഷനുകളിൽ മാത്രം 29 കേസുകളാണ് പ്രതിക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ദേശീയപാത ആമ്പല്ലൂർ സിഗ്നലിൽ 5 വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. 2 കാറും 2 ലോറിയും ഒരു ടൂറിസ്റ്റ് ബസുമാണ് അപകടത്തിൽപ്പെട്ടത്. ശനിയാഴ്ച പുലർച്ചെ 1 മണിയോടെയായിരുന്നു അപകടം. സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന കാറിലും ലോറിയിലും നിയന്ത്രണം വിട്ട ടോറസ് ലോറി വന്ന് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ മുൻപിൽ നിർത്തിയിട്ടിരുന്ന ടൂറിസ്റ്റ് ബസിൽ ഇടിച്ചു. ലോറി മുൻപിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരു കാറിലും ഇടിച്ചു കയറി. കോട്ടയത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് പോയിരുന്ന കാറിലെ യാത്രികർക്ക് നിസ്സാര പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് 1 മണിക്കൂറോളം ദേശീയപാതയിൽ ഗതാഗതം ഭാഗികമായി സ്തംഭിച്ചു. കാനയിലേക്ക് മലിനജലം തുറന്നുവിട്ടെന്ന പരാതിയിൽ പുതുക്കാട് മാർക്കറ്റ് റോഡിലെ മത്സ്യമാംസ കച്ചവട കേന്ദ്രത്തിൽ പഞ്ചായത്ത് ആരോഗ്യ വകുപ്പ് അധികൃതർ പരിശോധന നടത്തി. പുതുക്കാട് സെന്ററിലെ കാനയിൽ മാംസാവശിഷ്ടങ്ങൾ അടങ്ങിയ മലിനജലം കെട്ടിക്കിടന്ന് കിണറുകളിലേക്ക് കലർന്നതോടെ പ്രദേശവാസിയായ പുളിക്കൻ ജെയിംസ് നൽകിയ പരാതിയിലാണ് അധികൃതർ പരിശോധന നടത്തിയത്. കടകളിൽ നിന്ന് ഒഴുക്കിവിടുന്ന മലിനജലം വീടുകൾക്ക് മുന്നിലൂടെ പോകുന്ന കാനയിൽ കെട്ടിക്കിടക്കുകയാണെന്നും ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വർഷങ്ങളായി പരാതിയുമായി നടന്നിട്ടും അധികൃതർ നടപടിയെടുത്തില്ലെന്നും ജെയിംസ് പറഞ്ഞു. വേനൽക്കാലം കടുത്ത് വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് വരുന്ന വേസ്റ്റ് വെള്ളങ്ങൾ എല്ലാം കൂടി തള്ളി വന്ന് കിണറ്റിലേക്ക് ഇറങ്ങുന്നത്. കുടിക്കാൻ ഇപ്പോൾ പറ്റാത്തൊരു അവസ്ഥ, കുളിക്കാൻ പോലും പറ്റില്ല. അത്രയും സ്മെല്ലോട് കൂടിയിട്ടുള്ള വെള്ളമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 5 വർഷമായിട്ട് പുതുക്കാട് പഞ്ചായത്തിൽ പരാതിയും കാര്യങ്ങളൊക്കെയും കൊടുക്കുന്നത്. എല്ലാ കൊല്ലം ശരിയാക്കാം, നോക്കാം, പിടിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഓരോ കൊല്ലങ്ങൾ കടന്നു പോകണ്. ഈ കൊല്ലം ഒട്ടും പറ്റാത്തൊരവസ്ഥയായി. ഇപ്പോൾ പ്രസിഡന്റിൻ്റെ അടുത്ത് പരാതി ഞാൻ ചെന്നു. ഇപ്പോൾ പ്രസിഡന്റ് 2 ദിവസമായിട്ട് എൻ്റെ പുറകിലുണ്ട്. ഇതവണ അത് പരിഹാരം കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇറച്ചി വിൽപ്പന നടത്താനുള്ള പഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ലാതെ അനധികൃതമായാണ് കടകൾ പ്രവർത്തിക്കുന്നത്. രാത്രികാലങ്ങളിൽ അറവ് മാലിന്യം ഉൾപ്പെടെ കാനയിലൂടെ ഒഴുക്കിവിടുന്നത് പതിവാണ്. നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന പുതുക്കാട് സെന്ററിലെ കാനയിൽ മലിനജലം കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിച്ചിട്ടും ഈ കടകൾക്കെതിരെ യാതൊരു നടപടിയും എടുക്കാത്തതിൽ വ്യാപക പരാതി ഉയർന്നിരുന്നു. ഇതിനിടയിലാണ് വീട്ടുകാരുടെ പരാതിയിൽ അധികൃതർ പരിശോധനയ്ക്കെത്തിയത്. പഴയ മാർക്കറ്റ് റോഡിലെ ഇറച്ചിക്കടകളിൽ നിന്ന് മലിനജലം പുറത്തേക്ക് ഒഴുക്കിവിടുന്നതായി അധികൃതർ കണ്ടെത്തി. എല്ലാ കടയുടമകളെയും നോട്ടീസ് നൽകി വിളിച്ചുവരുത്തി പഞ്ചായത്തിൽ യോഗം ചേരുമെന്നും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ പ്രവർത്തിക്കുന്ന കടകൾക്കെതിരെ തുടർ നടപടികൾ എടുക്കുമെന്നും സ്ഥലത്തെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് പറഞ്ഞു. ഇവരെ ഈ വെള്ളം ഇതിലേക്ക് വിടുമ്പോൾ ഈ പൈപ്പ് ലൈൻ പൊട്ടലും ഒപ്പം തന്നെ നടക്കുന്നുണ്ട് ഇതിനിടയ്ക്ക്. അപ്പോൾ ഈ വേസ്റ്റ് മുഴുവൻ ഒഴുകി എത്തി താഴത്തെ CG തിയേറ്ററിൻ്റെ ബാക്കിൽ, അതുപോലെ തന്നെ പഞ്ചായത്ത് ഓഫീസ് വരെ എത്തിച്ചേരുന്ന ചാലിൽ വളരെ മോശമായ രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കുകയും അതുപോലെ കൊതുക്, മറ്റ്
രോഗാണുക്കളൊക്കെ ഉണ്ടാകുന്ന രീതിയിലൊക്കെ അസഹ്യമായ സ്മെല്ലും വരുന്നുണ്ട്. അപ്പോൾ അവിടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരും പഞ്ചായത്തിലെ സ്റ്റാഫും പിന്നെ മെമ്പർമാരൊക്കെ കൂടിയിട്ട് നമ്മൾ പരിശോധന നടത്തി പോകും. പഞ്ചായത്ത് അംഗങ്ങളായ സെബി കൊടിയൻ, ഷാജു കാളിയങ്കര, CC സോമസുന്ദരൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ CS സഹദേവൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി എന്നിവരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു. TCV പുതുക്കാട്. കൂടൽമാണിക്യം ക്ഷേത്രോത്സവം അവസാന നാളുകളിലേക്ക് കടന്നതോടെ ശീവേലിയും വിളക്കും ദർശിക്കാൻ ആയിരങ്ങളാണ് സംഗമേശ്വര സന്നിധിയിലേക്ക് ഒഴുകിയെത്തുന്നത്. ക്ഷേത്രത്തിലെ 6ാം ഉത്സവം ഭക്തിസാന്ദ്രമായി. ശീവേലിമേളം ദർശിക്കാൻ നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് കൂടൽമാണിക്യം ക്ഷേത്രത്തിലേക്ക് എത്തിയത്. ശീവേലിക്ക് 17 ഗജവീരന്മാർ അണിനിരന്നു. തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റി, കൊമ്പൻ പല്ലാട്ട് ബ്രഹ്മദത്തൻ, മച്ചാട്ട് ജയറാം എന്നിവർ കൂട്ടാനകളായി. പെരുവനം സതീശൻ മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം അകമ്പടിയേകി. പ്രശസ്ത ചലച്ചിത്ര താരം ആശാ ശരത്തിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ പന്തലിൽ നൃത്തനൃത്യങ്ങൾ അരങ്ങേറി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശീതീകരണ സംവിധാനം നിലവിൽ വന്നു. ഉച്ചപൂജയ്ക്ക് ശേഷം ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ശീതീകരണ സംവിധാനത്തിന്റെ സമർപ്പണം നിർവഹിച്ചു. KPM പ്രോസസിംഗ് മിൽ MD ശേഖറാണ് പദ്ധതി വഴിപാടായി സമർപ്പിച്ചത്. പഴനി ക്ഷേത്ര മാതൃകയിൽ എയർ കൂളർ സംവിധാനമാണ് ഉപയോഗിച്ചത്. ഇനി ചുറ്റമ്പലം, കൌണ്ടിംഗ് ഹാൾ എന്നിവിടങ്ങളിലും ശീതീകരണ സംവിധാനമൊരുക്കും. സമർപ്പണ ചടങ്ങിൽ ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, C മനോജ്, KR ഗോപിനാഥ്, മനോജ് B നായർ, VG രവീന്ദ്രൻ, KP വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ, ക്ഷേത്രം DA പ്രമോദ് കളരിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. പൌരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ കാലം ചെയ്ത മെത്രാപ്പോലിത്ത മാർ അഭിമലേഖ് തിമോത്തിയോസിന്റെ ഓർമ്മ തിരുനാളും സഭയിലെ ദിവംഗതരായ പിതാക്കന്മാരുടെ ഓർമ്മദിനവും ഈ മാസം 30 മെയ് 1 തീയതികളിൽ ആചരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 30 വൈകിട്ട് റംശ പ്രാർത്ഥനയും തിരുനാൾ പ്രദക്ഷിണവും നടക്കും. മെയ് 1 രാവിലെ മാർത്താമറിയം വലിയ പള്ളി കത്തീഡ്രലിൽ മാർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്തയുടെ കാർമ്മികത്വത്തിൽ ദിവ്യബലിയും മറ്റ് തിരുകർമ്മങ്ങളും നടക്കും. തുടർന്ന് രാവിലെ 10:30 സമൂഹ സദ്യയുടെ ആശീർവാദത്തിന് ശേഷം പള്ളിയങ്കണത്തിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്യും. തിരുനാളിനോടനുബന്ധിച്ച് ഭക്തസംഘടനകളുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും. വികാരി ജനറൽ ഫാദർ ജോസ് ജേക്കബ് വേങ്ങാശ്ശേരി, ക്ലർജി കൌൺസിൽ സെക്രട്ടറി ഫാദർ KR ഈനാശു, സെൻട്രൽ ട്രസ്റ്റ് ചെയർമാൻ ജേക്കബ് ബേബി ഒലക്കെങ്കിൽ, രാജൻ ജോസ് മണ്ണുത്തി, അബി ജെ പൊന്മണിശ്ശേരി, M ജിൽസൺ ജോസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കനത്ത ചൂടും ഫംഗസ് ബാധയും. കടങ്ങോട് പഞ്ചായത്തിലെ കിടങ്ങൂരിൽ വൻ കൃഷിനാശം. യുവകർഷകൻ മർത്തംകോട് കോതോട്ടിൽ ബജീഷിന്റെ പച്ചക്കറി കൃഷിയാണ് നശിച്ചത്. കിടങ്ങൂരിൽ 4 ഏക്കറിലധികം വരുന്ന സ്ഥലത്താണ് ബജീഷ് പച്ചക്കറി കൃഷി ചെയ്തത്. KM മാണി കർഷക സമൃദ്ധി പദ്ധതി എന്ന പേരിൽ പദ്ധതി രൂപീകരിച്ച് പയർ, വെണ്ട, വെള്ളരി, ചീര, കുമ്പളം, മത്തൻ എന്നീ ഇനങ്ങളും സമ്മിശ്ര പച്ചക്കറിയുമാണ് കൃഷി ചെയ്തത്. തൊഴിലാളികളെ ഉപയോഗിച്ച് സ്ഥലം ഉഴുതുമറിച്ച് ഏരിയുണ്ടാക്കി കഴിഞ്ഞ ഫെബ്രുവരി 6 വിത്തിട്ടത്. ജൈവവളവും ജൈവ കീടനാശിനികളും ഉപയോഗിച്ചാണ് കൃഷി പരിപാലിച്ചത്. വിളവെടുക്കാൻ സമയമായപ്പോഴാണ് വിളകൾക്ക് ഫംഗസ് ബാധിച്ചത്. കനത്ത ചൂടിൽ വെള്ളത്തിന് ക്ഷാമം നേരിട്ടതും കൃഷിയെ പ്രതികൂലമായി ബാധിച്ചു. 1 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ബജീഷ് പറയുന്നു. എൻ്റെ കൃഷി മൊത്തം ജലക്ഷാമം ഇപ്പോൾ ഒരു 10-20 ദിവസമായി കുളം വറ്റി, കുളത്തിന് താഴ്ച കുറവും കാര്യങ്ങളായ കാരണം ജലക്ഷാമം സംഭവിച്ചു. ഇപ്പോൾ തിരിക്കാനും മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഫംഗസിൻ്റെ ഒരുപാട് വിളകൾക്ക് നാശം സംഭവിച്ചു. പിന്നെ വെള്ളത്തിൻ്റെയും എല്ലാം കൊണ്ടും കൃഷി മൊത്തം ഒരു 3.5-4 ഏക്കർ എടുത്ത് നഷ്ടത്തിലും നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. നമ്മളെ അനുകൂലിക്കാനും സപ്പോർട്ട് ചെയ്യാനും ആളുകൾ മുന്നോട്ട് വരുന്നില്ല. എല്ലാവരും എന്താ പറയുക, എല്ലാത്തിനും മുന്നിലുണ്ട് എന്നുള്ള വാക്കിൽ മാത്രമേ ഉള്ളൂ. പ്രവൃത്തിയിൽ നമ്മുടെ മുന്നിലേക്ക് ആരും നമുക്ക് ഒരു വഴി കാണിക്കാനോ നമുക്ക് പ്രോത്സാഹനം തരാനോ നമ്മളെ അംഗീകരിക്കാനോ നമുക്ക് സഹായങ്ങൾ ചെയ്യാനോ ആരും തയ്യാറാവുന്നില്ല. കൃഷി ഓഫീസിൽ അപേക്ഷ നൽകിയതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചെങ്കിലും നഷ്ടപരിഹാരമായി ധനസഹായം നൽകാൻ വകുപ്പില്ല എന്നാണ് അറിയിച്ചത്. ഫംഗസ് ബാധയെ തുടർന്നുണ്ടായ കൃഷിനാശത്തിന് അർഹമായ ധനസഹായം നൽകാൻ കൃഷിവകുപ്പ് തയ്യാറാകണമെന്ന് ബജീഷ് ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, എരുമപ്പെട്ടി. സ്റ്റേറ്റ് ചെസ് ടെക്നിക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ ജില്ലാ വുമൺസ് ചെസ് ചാമ്പ്യൻഷിപ്പ് ശക്തൻ തമ്പുരാൻ കോളേജിൽ നടന്നു. ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ PA അലി അധ്യക്ഷത വഹിച്ചു. ചെസ് ഒളിമ്പ്യൻ NR അനിൽകുമാർ, അന്തർദേശീയ താരം ജോ പാറപ്പള്ളി, ബിന്ദു മണികണ്ഠൻ, KK മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു.
വിവിധ കാറ്റഗറികളിലായി നടന്ന മത്സരത്തിൽ 7 വയസ്സ് മുതലുള്ള 37 പേർ പങ്കെടുത്തു. ആൾമറയില്ലാത്ത കിണറ്റിൽ വീണ് മെഡിക്കൽ ഷോപ്പ് ജീവനക്കാരൻ മരിച്ചു. കൊടകര തേശ്ശേരി ചെതലൻ വീട്ടിൽ 65 വയസ്സുള്ള ഇട്ടീരയാണ് മരിച്ചത്. വീടിനോട് ചേർന്നുള്ള പറമ്പിൽ ജാതിക്കായ പെറുക്കാൻ പോയ ഇട്ടീര ആൾമറയില്ലാത്ത കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. ഏറെ സമയം കഴിഞ്ഞിട്ടും ഇട്ടീര എത്താത്തതിനാൽ വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ കിണറ്റിൽ വീണ വിവരം അറിഞ്ഞത്. ചാലക്കുടിയിൽ നിന്നും അഗ്നിരക്ഷാസേനയെത്തി ഇയാളെ പുറത്തെടുത്ത് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കൊടകര പോലീസ് മേൽ നടപടി സ്വീകരിച്ചു. 11 വയസ്സുകാരിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ പ്രതിക്ക് 66 വർഷം തടവും 3,20,000 രൂപ പിഴയും ഇരിഞ്ഞാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ശിക്ഷ വിധിച്ചു. വെള്ളിക്കുളങ്ങര സ്വദേശി ഒലവക്കോടൻ വീട്ടിൽ സുലൈമാനെയാണ് അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് CR രവിചന്ദർ ശിക്ഷിച്ചത്. 2018 സ്കൂൾ വിദ്യാർത്ഥിനിയെ മധുരപലഹാരങ്ങൾ നൽകി പ്രലോഭിപ്പിച്ച് പലതവണ ലൈംഗികാതിക്രമങ്ങൾക്ക് വിധേയയാക്കിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജു വാഴക്കാല കോടതിയിൽ ഹാജരായി. ഇനി വാണിജ്യം. പൂരങ്ങളുടെ നാട്ടിൽ ഓഫറുകളുടെ മഹാപൂരമൊരുക്കി പുഴയ്ക്കൽ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്. പൂങ്കുന്നം പുഴയ്ക്കൽ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് 200 ദിവസങ്ങൾ പിന്നിടുന്നതിന്റെ ഭാഗമായാണ് വമ്പൻ ഓഫറുകൾ ഒരുക്കിയിട്ടുള്ളത്. ആഘോഷത്തിന്റെ ഭാഗമായി ഹാപ്പി ഹവേഴ്സ് എന്ന പേരിൽ ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ 7 മുതൽ രാത്രി 12 വരെ നെസ്റ്റോ തുറന്നു പ്രവർത്തിക്കുന്നതാണ്. ഉപ്പ് മുതൽ കർപ്പൂരം വരെ ഇവിടെ നിന്ന് മിതമായ നിരക്കിൽ ലഭിക്കും. ഫ്രൂട്ട്സ്, ഗ്രോസറി, വെജിറ്റബിൾസ്, മീറ്റ്, ഫിഷ് തുടങ്ങിയ ഫ്രഷ് ഐറ്റംസ്, ഹോം അപ്ലയൻസ്, ഫുഡ് ഐറ്റംസ്, ഫുഡ്വെയർ, കോസ്മെറ്റിക്സ്, ക്ലീനിംഗ് ഐറ്റംസ് തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഐറ്റംസുകളും വമ്പൻ ഓഫറുകളോടെ സ്വന്തമാക്കാം. നെസ്റ്റോ തൃശ്ശൂർ തുറന്നിട്ട് ഇപ്പം 200ാമത്തെ ദിവസം ആഘോഷിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഓഫേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് പുതുതായിട്ട് തൃശ്ശൂർ മാത്രമായിട്ട് നമുക്ക് ഉള്ളൊരിതാണ് പ്രത്യേകതയാണ് ഫാഷൻ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഫാഷനിൽ. കിഡ്സിനാണെങ്കിലും ജെന്റ്സിനാണെങ്കിലും ലേഡീസിനാണെങ്കിലും ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് പാർക്കിംഗ് സൗകര്യം വലിയ പാർക്കിംഗ് സൗകര്യമാണ്. 500 കാറും മറ്റുള്ള ഷോപ്പുകളെ അപേക്ഷിച്ച് നെസ്റ്റോ നല്ല ഓഫറുകളാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. 129 രൂപ വില വരുന്ന 500 ഗ്രാമിന്റെ റിപ്പിൾ ടീ പൗഡർ വാങ്ങിയാൽ 1 കിലോ പഞ്ചസാര സൗജന്യമായി ലഭിക്കും. കൂടാതെ 700 രൂപ വില വരുന്ന ഡ്രീം കേക്ക് വെറും 199 രൂപയ്ക്ക് സ്വന്തമാക്കാം. രുചിയേറും വിഭവങ്ങളുമായി തട്ടുകടയും നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ ഒരുക്കിയിട്ടുണ്ട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ജില്ലയിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് മുന്നണികൾക്ക് ആശങ്കയാകുന്നു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയത് 72.89% പോളിംഗ്. തൃശൂരിൽ BJP കള്ളവോട്ടിന് ശ്രമിച്ചുവെന്ന ആരോപണവുമായി UDF സ്ഥാനാർത്ഥി K മുരളീധരൻ. പത്മജ പ്രവചനങ്ങൾ നടത്തി സമാധാനമടയട്ടെ എന്നും മുരളീധരൻ. ക്രോസ് വോട്ടിനെ കുറിച്ച് തനിക്ക് യാതൊരു വ്യാകുലതയില്ലെന്നും ജയിക്കുമെന്ന വിശ്വാസമാണുള്ളതെന്നും NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. തൃശൂർ ഉൾപ്പെടെ 3 ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ്. ചാലക്കുടിയിൽ നഗരസഭയുടെ പാഴ്വസ്തു ശേഖരണ കേന്ദ്രത്തിൽ വൻ അഗ്നിബാധ. കുട്ടനെല്ലൂർ ചിലങ്കപ്പാടത്തെ അഗ്നിബാധയെ തുടർന്ന് ദേശീയപാത പുകയിൽ മൂടി. പാലപ്പിള്ളി കുണ്ടായി എസ്റ്റേറ്റിൽ വീണ്ടും പുലിയിറങ്ങി പശുക്കുട്ടിയെ കൊന്നു. തോട്ടം തൊഴിലാളിയായ അലീമയുടെ പശുവിനെയാണ് പുലി കൊന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.